ആ പിന്നീട് ഒറിജിനൽ സ്പീഡിലേക്ക് കൊണ്ടുവരിക. ആ പിന്നീട് വാനം എന്ന വാക്കിലേക്ക് ഈ സംഗതി ഇടുക. വാനം. ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കൂ കേട്ടോ. ചിലപ്പോൾ സംഗതികളൊക്കെ പഠിക്കാൻ ഇത് ഉപകാരം. പല്ലവിയിൽ പാടിയ അതേ സംഗതിയാണ്. പക്ഷെ ഇവിടെ ഴ എന്ന അക്ഷരത്തിൽ ആ സംഗതി പാടുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. സംഗതികളൊന്നുമില്ല, പാടാനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് വോയിസ് മോഡുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങൾ എങ്ങനെയാണ് വോള്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. എല്ലാം ഒരേ വോള്യത്തിൽ പാടിക്കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കേൾക്കാൻ. എന്നാണ് പാടുന്നത്. അനുപല്ലവിയിലുള്ളത് പോലെയല്ല. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമാണ് ഈ ഒരു സംഗതി. എല്ലാവർക്കും നമസ്കാരം. ഗായിക പ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ചധികം പേർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ടിൻ്റെ ട്യൂട്ടോറിയലാണ് അവതരിപ്പിക്കുന്നത്. കാക്കക്കുയിൽ എന്ന ചിത്രത്തിലെ ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ദീപൻ ചാറ്റർജി അദ്ദേഹം ഈണം പകർന്ന് ചിത്രാമ്മ ആലപിച്ച ഒരു സോളോ മെലഡി. ഈ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ദേശ് എന്ന രാഗത്തെ അടിസ്ഥാനമാക്കിയാണ്. ഒറിജിനൽ സ്കെയിൽ സി സ്കെയിലാണ്. കുറച്ചധികം ഹൈ നോട്ടൊക്കെ പോകുന്ന ഒരു പാട്ട് തന്നെയാണ്. ഈ ട്യൂട്ടോറിയലിൽ തന്നെ എങ്ങനെയാണ് ഈ വോയിസ് മോഡുലേറ്റ് ചെയ്ത് ഈ വാക്കുകൾക്കനുസരിച്ച് വോള്യം കൺട്രോൾ ചെയ്ത് പാടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പാടുക എന്നുകൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് കിടക്കാം. മേഘരാഗം നിറകെ തൊട്ടു നിൽപ്പു വാനം 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 നട്ടു പൂപ്പൂ യാമം 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 മേഘരാഗം നിറകെ തൊട്ടു നിൽപ്പു യാമം. ഈ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നീ എന്ന നോട്ടിലാണ്. മേഘരാഗം നിറകെ തൊട്ടു. സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വളരെ ലൈറ്റായിട്ടാണ്. അങ്ങനെയാണ് അത് മോഡുലേറ്റ് ചെയ്യുന്നത്. മേഘരാഗം നിറകെ തൊട്ടു നീ സരി സരിത പാപ മേഘരാഗം നിറകെ തൊട്ടു പദ പദ പമഗരി മേലേ നിൽപ്പു രിഗരി ഗരി സാനിസ. വാനം. 3 തരത്തിൽ വാനം എന്ന് പാടുന്നുണ്ട്. അതാണ് എല്ലാവർക്കും പേടിയുള്ള ഒരു ഭാഗം. പക്ഷെ അത് മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് പാടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. വാനം ഒന്നാമത്തെ. നീ സരിഗ പമഗരി വാനം നീ സരിഗ പമഗരി. അപ്പം ആ ജസ്റ്റ് തട്ടാനേ പാടുള്ളൂ. വാനം. രണ്ടാമത്തത് വാനം റിമ പദ സിനിധ വാനം. നേരത്തെ നമ്മൾ പാ തട്ടാൻ പറഞ്ഞില്ലേ, അതേപോലെ സാ തട്ടുക. വാനം വാനം. മൂന്നാമത്തതാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു വാനം. പക്ഷെ അത് നമുക്ക് 2 ഭാഗമായിട്ട് പതിയെ പാടിയിട്ട് സ്പീഡ് കൂട്ടി പാടാം. വാനം വാനം മപനി സരി സരി സനിധ മപ വാനം. ഇനി കുറച്ച് സ്പീഡ് കൂട്ടിയാൽ വാനം. ഇത്രയേ ഉള്ളൂ അത്. ഇങ്ങനെയുള്ള സംഗതികൾ പഠിക്കുമ്പോൾ ഒരു ചെറിയൊരു വിദ്യ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ആ ഭാഗത്തെ നമ്മൾ വാനം എന്നുള്ള വാക്ക് കൊണ്ടുവരാതെ വാ എന്നല്ലേ, അപ്പോൾ ആകാരത്തിലൊന്ന് പാടി നോക്കുക. ആ 2-3 തവണ ആ സ്പീഡ് പാടിയിട്ട് കുറച്ച് സ്പീഡ് കൂട്ടുക. ആ പിന്നീട് ഒറിജിനൽ സ്പീഡിലേക്ക് കൊണ്ടുവരിക. ആ പിന്നീട് വാനം എന്ന വാക്കിലേക്ക് ഈ സംഗതി ഇടുക.
വാനം. ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കൂ കേട്ടോ. ചിലപ്പോൾ സംഗതികളൊക്കെ പഠിക്കാൻ ഇത് ഉപകാരമാവും. അപ്പോൾ ഈ 3 വാനം ഒന്ന് പാടി നോക്കാം. വാനം വാനം വാനം. അടുത്തത് ദൂരെയെങ്ങോ മിഴിയും നട്ടു പൂപോൽ നീപ്പൂ. അത്രയും ഭാഗം നമ്മൾ ആദ്യം പാടിയ മേഘരാഗത്തിൻ്റെ അതേ ട്യൂണാണ്. സംഗതി വ്യത്യാസമൊന്നും വരുന്നില്ല. യാമം, യാമത്തിലേക്ക് വരുമ്പോൾ 3 യാമം പാടുണ്ട്. അതിൽ ആദ്യത്തെ 2 യാമം നമ്മൾ വാനം പാടിയതുപോലെ തന്നെയാണ്. യാമം യാമം നിസരിഗ പമഗരി റിമ പദസനിദപ. 3ാമത്തെ യാമം വ്യത്യാസമുണ്ട്. യാമം എന്നാണ് പാടുന്നത്. മപനി സരിഗ മനി സനിദപ എന്നാണ്. യാമം യാമം എന്ന് വരും. ദൂരെയെങ്ങോ മിഴിയും നട്ടു പൂപോൽ നീപ്പൂ. യാമം യാമം യാമം. അപ്പം ഇതാണ് വ്യത്യാസം വരുന്നത്. ഇതും ഇതേപോലെ ഒന്ന് സ്പീഡ് കുറച്ച് പാടി ആ ഭാഗം കറക്റ്റ് ചെയ്യാം. ഇനി ഈ പല്ലവി പാടി അവസാനിപ്പിക്കുന്നത് ആദ്യത്തെ വരി പാടിയിട്ടാണ്. അവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ട്യൂണിൽ, അല്ലെങ്കിൽ ഒരു സംഗതി വരുന്നുണ്ട്. മേഘരാഗം നിറുകിൽ തൊട്ടു മേലേ നീപ്പൂ എന്നാണ്. മേലേ നീപ്പൂ രിഗ രിഗമകാരി സനിസ മേലേ നീപ്പൂ വാനം. പല്ലവിയിൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ വാനം എന്നുള്ളത് 3 തവണ പാടുണ്ട്. അതിൽ 3ാമത്തെ സംഗതി ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ യാമം എന്നുള്ളതും 3ാമത്തെ സംഗതി ഒന്ന് ശ്രദ്ധിച്ച് പാടേണ്ടതാണ്. പിന്നീട് ഇത് അവസാനിപ്പിക്കുമ്പോൾ വരുന്ന മേലേ എന്ന ഭാഗം. ഇനി അനുപല്ലവി. അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത് പാ എന്ന നോട്ടിലാണ്. ഇളവയിൽ മണിവളയണിയണ ദിനവയലുകൾ തോറും കതിർമണിയുടെ നിരതിരയുക കുറു കുറു കണപ്രാവേ. സ്വരം നോക്കുകയാണെങ്കിൽ പമരിമ പനി പമരിമ പനി പമരിമ പസനീനി നി പനി 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 പ പനി സമരി സനിദപ. ഇതിലിപ്പോൾ സംഗതികളൊന്നുമില്ല, പാടാനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് വോയിസ് മോഡുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങൾ എങ്ങനെയാണ് വോള്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. എല്ലാം ഒരേ വോള്യത്തിൽ പാടിക്കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കേൾക്കാൻ. പക്ഷെ ഇളവയിൽ മണിവളയണിയണ ദിനവയലുകൾ തോറും, ഇളവയിൽ മണിവളയണിയണ എന്ന് പാടിയാൽ ഒരു രസം ഉണ്ടാവില്ല. ഇതിങ്ങനെ വോയിസ് ഒന്ന് മോഡുലേറ്റ് ചെയ്ത് പാടുക. മരതകമണി ഇനിയും ഇനിയും ഇതുക വരുകയാണോ. ഇതും കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നും, പക്ഷെ നോക്കാം. മരതകമണി ഇനിയും ഇനിയും മകരി സനിസ മാമരി പാപമ. മരതകമണി ഇനിയും ഇനിയും മകരി സനിസ മാമരി പാപമ. ഇതുക വരുക നിരമ പനിസ. അടുത്തതാണ് യാണോ നിസരിഗമപ റിപമഗരിസ നിസരിഗമപ റിപമഗരിസ. യാണോ അതിനെ 2 കഷ്ണാക്കുക. യാ അതൊരു ഭാഗവും നോ റിപമഗരിസ. ആ ഇനി അതിനെ ലെറ്റേഴ്സിലോട്ട്, വാക്കുകളിലോട്ട് മാറ്റുകയാണെങ്കിൽ ഇതുക വരുകയാണോ കനക കസവ ചിറകുമായി പതുങ്ങി പതുങ്ങി പറന്നുവാ. നിസസ നിസസ നിസരി നിദപ റിനി നിദനി നിദനി സനിദപ. അവിടെയും ട്യൂണോ സംഗതികളോ ഒന്നുമില്ല. പക്ഷെ അതിൽ പതുങ്ങി പതുങ്ങി എന്നുള്ള ഭാഗത്ത് ചിത്രാമാം കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം.
കനക കസവു ചിറകുമായി പതുങ്ങി പതുങ്ങി പറന്നുവാ എന്നാണ് പാടിയിരിക്കുന്നത്. പതുങ്ങി എന്ന് വരുന്നത് ആദ്യത്തെ ആ പതുങ്ങ എന്നുള്ളവിടെ ചെറിയൊരു വോള്യൂം കുറച്ചാണ് പാടിയിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം ഈ ഭാഗത്ത്. പകരം തരുന്നു നിനക്കു ഞാൻ എൻ്റെ പവിഴ ചുണ്ടിലെ മൊഴിമഴ മൊഴിമഴ മൊഴിമഴ. ഇത് നമ്മൾ പല്ലവിയിൽ പാടിയ അതേ സംഗതിയാണ്. പക്ഷെ ഇവിടെ ഴ എന്ന അക്ഷരത്തിൽ ആ സംഗതി പാടുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നൊട്ടേഷൻസ് നോക്കാം. പകരം നിനക്കു തരുന്നു ഞാൻ എൻ്റെ നിസരി നിത പദ മകരി പവിഴ ചുണ്ടിലെ മകരി സനിസ നിസരി നിത പദ മകരി മകരി സനിസ മൊഴിമഴ രിഗപമരി മൊഴിമഴ മപനിദപ മപനിദപ മപസനിദപ എന്ന് വരും. മൊഴിമഴ നിസരി സാ മപനി സരിഗ പരിസനിദപ മൊഴിമഴ. പിന്നീട് പല്ലവിയാണ് പാടുന്നത്. പല്ലവിയില് മേഘരാഗം നിറുകെ തൊട്ടു മിഴിനീപ്പു വാനം എന്നാണ് അവസാനിപ്പിക്കുന്നത്. ആ വാനം എന്നുള്ളവിടെ വേറെ സംഗതിയാണ്. വാനം നിസപാപമരേ പമകരേ ഇങ്ങനെയാണ്. ചരണത്തിന് തൊട്ട് മുൻപുള്ള BGM-ൽ ഒരു സ്വരം വരുന്നുണ്ട്. അതാദ്യം ഫീമെയിൽ പാടിയിട്ട് കോറസ് റിപ്പീറ്റ് ചെയ്യുക. ആ ഒരു ഫോർമാറ്റിലാണ്. പാ 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 നി സ നി സ പദ പദ പ മഗരി പാ 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 നി സരി പദ പദ പ മഗരി. ഇതാണ് ആദ്യത്തെ വരി. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഭാഗം പദ പദ പ അതാണ്. പദ പദ പ പ്ലെയിൻ അല്ല. ആ രണ്ടാമത്തെ ധായ്ക്ക് ചെറിയൊരു ഗമകം വരുന്നുണ്ട്. പദ പദ നിദ പ പദ പദ പ എന്ന് വരും. പദ പദ നിദ പ മഗരി പാ 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 നി സ പദ പദ പ മഗരി പാ 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 നി സരി നി സരി നി സരി എന്ന് വരും. ആ പായിലേക്കൊരു ഒന്ന് സ്ലൈഡ് ചെയ്ത് ഇറങ്ങുന്നത് പോലെ. പാ 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 നി സരി പദ പദ പ മഗരി മഗരി ഗ മ പ നി സരി സ നി സ ഗ മ പ നി സരി പദ നി നി മ പ നി നി. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് ഗമ പ ടോപ്പത്തെ പ വരെ പോകുന്നുണ്ട് എന്നുള്ളതും പദ നി നി മ പ നി നി അവിടെ രണ്ട് നിഷാദവും വരുന്നുണ്ട്. പദ നി അവിടെ കൈശിക നിഷാദവും മ പ നി അവിടെ കാകടി നിഷാദവുമാണ് വരുന്നത്. പ നി സരി ഗ മ ഗ സ സ നി നി ദ ദ പ അവിടെ ഒന്ന് തട്ടി തട്ടി പാടണം. സ്ലൈഡ് ചെയ്ത് പോവാ. ചരണത്തില് ആ കണിമഴ എന്ന ഭാഗം 2 തവണ പാടി മൂന്നാമത് പാടുമ്പോൾ വേറെ ട്യൂണാണ്. കണിമഴ 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 എന്നാണ് പാടുന്നത്. അനുപല്ലവിയിലുള്ളത് പോലെയല്ല. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമാണ് ഈ ഒരു സംഗതി. കണിമഴ നിസരി സാമ പനി സമ പനി സരി സനിധ ഇതാണ് വ്യത്യാസം വരുന്നത്. ചരണത്തിന് ശേഷം പല്ലവി പാടുമ്പോൾ വാനം എന്ന വാക്ക് പാടുന്നത് വേറെ രീതിയിലാണ്. വേറെ സംഗതി എന്നല്ല ഉദ്ദേശിക്കുന്നത്. പാടുന്ന സ്റ്റൈലിന് വ്യത്യാസമുണ്ട്. നമ്മൾ അതുവരെ പാടി വന്നതൊക്കെ വാനം വാനം എന്നാണെങ്കിൽ ഇപ്പൊ പാടുന്നത് മേഘരാഗം നിറുകെ തൊട്ടു മേലേ നീപ്പു വാനം 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 എന്നാണ്. അത് വളരെ ചെറിയൊരു ചേഞ്ചാണ്. എന്നാലും നല്ല രസമാണ് അത് കേൾക്കാൻ. പിന്നീട് ദൂരെ എന്നാണ് പാടുന്നത്. എന്ന് വരുന്നുണ്ട്.
പൂ പോൽ നിൽപ്പു യാമം എന്നാണ് നിർത്തുന്നത്. ഇതിന് ശേഷം ഒരു കോറസ് പോർഷൻ വരുന്നുണ്ട്. കോറസ് ഇങ്ങനെയാണ് വരുന്നത്: പാമരി സനി സ പാമരി സനി സരി പാമ പാരി പാമഗരി. ഇതിന് ഹമ്മിങ് ആണ്. അടുത്തത് നിധ പമരി മ പനി ധനി സരി മരി മരി സനി നിധ പമഗരി. ഇവിടെ 2 നിഷാദം വരുന്ന ഭാഗം ശ്രദ്ധിക്കണം. നിധ പമരി മ പനി ധനി സരി, അവിടെ വലിയ നീ വന്നു. മരി മരി സനി, വലിയ നീ, നിധ പമഗരി, ഒന്നാമത്തെ നിഷാദം. ധീരന 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 ധീര ധീരന ധീരന ധീരന. അടുത്തത് സാ സാ സനി രി സ സനി രി സനി സരി മ നി സരി മ രി സനി ദം തം തനനന 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 തനനന. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ബീറ്റ് വിട്ടിട്ടാണ് നി സരി മ രി സനി എന്ന് പാടുന്നത്, അല്ലെങ്കിൽ തനനന. അപ്പോൾ നം തം തനനന 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 തനനന. പാപ മാമ നീ നി ധ ധ നീ നി സ സ നം തനം 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 ത. അവിടെയും 2 നിഷാദം വരുന്നുണ്ട്. അടുത്ത ഭാഗത്ത് ഒരു റോള് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കോറസ് എന്താണ് പാടുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് കേൾക്കുന്നില്ല. പക്ഷെ അത് വന്ന് അവസാനിക്കുന്നത് എന്നാണ്. അപ്പോൾ അതിനിടയിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്നാക്കാം. ഇനി ആർക്കെങ്കിലും അവിടെ കൃത്യമായിട്ട് എന്താണ് പാടുന്നത് എന്ന് നൊട്ടേഷൻസ് അറിയുമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ അത് കാണുന്നവർക്കും പാടുന്നവർക്കും അതൊരു ഉപകാരമായിരിക്കും. ഈ കോറസ് പോർഷന് ശേഷം മേഘരാഗം പല്ലവി മുഴുവൻ പാടിയിട്ടാണ് നിർത്തുന്നത്. പാടി വരുമ്പോൾ അവസാനത്തെ വരിയിൽ എന്നാണ് പാടുന്നത്. നട്ടു പൂ പോൽ നീപ്പു യാമം യാമം നിസ പാമ ഗരി ഗമഗരി ഗരി. ഇങ്ങനെയാണ് പാട്ട് അവസാനിപ്പിക്കുന്നത്. ഈ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.